എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 15 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 24 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് യെരുശലേമിലെ ദേവാലയം നശിക്കുമെന്ന് പ്രവചിക്കുകയും യുഗാന്ത്യത്തിനു മുമ്പ് യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമം, കള്ളപ്രവാചകന്മാർ, വിശ്വാസികളുടെ പീഡനം എന്നിവ ഉണ്ടാകുമെന്നും ശിഷ്യന്മാരോട് പറയുന്നു. എന്നാൽ അവയുടെ ഇടയിലും വിശ്വാസത്തിൽ സഹിഷ്ണുതയോടെ നിലനിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നും എല്ലാ ജാതികൾക്കും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിന് ശേഷമേ അവസാനം വരികയുള്ളൂ എന്നും കർത്താവ് വ്യക്തമാക്കുന്നതായി നാം വായിച്ചു. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ദാനിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടാൽ യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് രക്ഷപ്പെടണമെന്ന് ഉപദേശിക്കുന്നു. വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിനോ വയലിലുള്ളവൻ വസ്ത്രം എടുക്കേണ്ടതിനോ മടങ്ങിപ്പോകരുത് എന്നും ആ സമയത്തിന്റെ കഠിനത കുറയ്ക്കാൻ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഗർഭിണികൾക്കും മുലകുടിക്കുന്നവർക്കും അത് അത്യന്തം ദുരിതകരമായിരിക്കുമെന്നും കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. 15-ാം വാക്യത്തിൽ എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് എഴുതിയിരിക്കുന്നതായി നാം വായിക്കുന്നു. കർത്താവ് ഇവിടെ ദാനിയേലിന്റെ പ്രവചന പുസ്തകങ്ങളിലെ 8-ാം അധ്യായം 13-ാം വാക്യം, 9-ാം അധ്യായം 27-ാം വാക്യം, 11-ാം അധ്യായം 31-ാം വാക്യം, 12-ാം അധ്യായം 11-ാം വാക്യം മുതലായ വേദഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നത് യെരുശലേം നഗരത്തെയും ദേവാലയത്തെയും ആക്രമിച്ച് ഉന്മൂലനം ചെയ്യുന്ന ഒരു സൈനിക ശക്തിയെയാണ് ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത്. യെരുശലേം നഗരം റോമാക്കാർ AD 70 വളയുകയും ഉപരോധിച്ച് അകത്തേക്ക് അതിക്രമിച്ച് കയറുകയും ദേവാലയത്തെ ഉന്മൂലമാക്കുകയും ചെയ്ത സംഭവത്തിൽ ഈ പ്രവചനത്തിന്റെ നിവൃത്തി വന്നു എന്ന് മനസ്സിലാക്കാം. റോമൻ സീസറായിരുന്ന ജനറൽ ടൈറ്റസ് തന്റെ സൈന്യത്തോടൊപ്പം ജെറുസലേം ദേവാലയത്തിന്റെ അകത്തേക്ക് കയറുകയും ഒടുവിൽ അതിനെ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് 16-ാം വാക്യത്തിൽ യേശു കർത്താവ് സ്പഷ്ടമായി യഹൂദ്യയിലെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നും റോമൻ സൈന്യം വരുന്നത് കേൾക്കുമ്പോൾ യഹൂദ്യയിലെ ക്രിസ്ത്യാനികൾ ജെറുസലേമിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് എന്നും അർത്ഥമാക്കുന്നു. ക്രിസ്ത്യാനികൾ എഫ്രൈം മലകളിലേക്കും പെല്ലാ നഗരത്തിലേക്കും ഓടി രക്ഷപ്പെട്ടു എന്ന ചരിത്രത്തിൽ നിന്ന് ഈ പ്രവചനം വളരെ യാഥാർത്ഥ്യമായി നിറവേറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. സക്കറിയ പ്രവചനം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ യഹൂദ രാജാവായ ആസ്യാവിന്റെ കാലത്തുണ്ടായ ഭയാനകമായ ഒരു ഭൂകമ്പത്തെ പരാമർശിക്കുന്നു. ആ ഭൂകമ്പത്തിന്റെ ഭയത്തിൽ ജനങ്ങൾ പട്ടണത്തിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോയതുപോലെ ക്രിസ്തുവിന്റെ ഈ പ്രവചന പ്രകാരം യെരുശലേമിന്റെ നാശകാലത്തും വിശ്വാസികൾ അതേപോലെ രക്ഷപ്പെടേണ്ടി വരും എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്, വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത് എന്ന് 17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇസ്രയേലിന്റെ അനുസരണക്കേടിന്റെ ഫലമായി ദൈവം യെരുശലേം നഗരം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ആ ശത്രുക്കൾ നഗരത്തെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ യെരുശലേമിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിലുപരിയായി ലോകവും സമൂഹവും മ്ലേച്ഛതയിലേക്കും അനാശ്വാസത്തിലേക്കും അധപതിച്ച് തിരിയുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പലായനം ചെയ്ത ലോത്തിനെ പോലെ അശുദ്ധി വിട്ട് മാറിപ്പോകാൻ ആത്മീയമായി വിശ്വാസികൾ സജ്ജരാകണമെന്ന ആന്തരിക പാഠം കൂടെ ഇവിടെ കർത്താവ് നൽകുന്നു എന്ന് മനസ്സിലാക്കാം. 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവ് പറയുന്നു. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾ ഉള്ളവർക്കും പലായനം ചെയ്ത് ഓടിപ്പോവാൻ പ്രയാസമായിരിക്കുന്നതിനാൽ ജെറുസലേമിനെ നേരിടാനുള്ള അതിക്രമത്തിൽ ഏറ്റവും ബലഹീനർ ആയിരിക്കും അവർ എന്നും ശീതകാലത്തെന്ന പോലെ ശബ്ബത്ത് ദിനത്തിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്നതിനാൽ അതിനായി പ്രാർത്ഥിക്കണം എന്നും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ശബ്ബത്ത് ദിനത്തിൽ യഹൂദന്മാർ യാത്ര ചെയ്യുന്ന ദൂരത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നു എന്നതിനാൽ അവർ പിടികൂടപ്പെടും എന്നതാണ് കർത്താവ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് മനസ്സിലാക്കാം. 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്ന് കർത്താവ് പറയുന്നു.
ചരിത്രകാരൻ ജോസിഫുസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം യെരുശലേമിന്റെ മേൽ റോമൻ സൈനിക ആക്രമണത്തിൽ 1.1 ദശലക്ഷം പേർ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാണ്. ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്ന അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നത് ഒരു നഗരവും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നാണ്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്നതുകൊണ്ട് യെരുശലേമിന്റെ ഉപരോധകാലത്തിന്റെ ഭീകരതയിൽ പട്ടിണിയും മഹാമാരിയും കൂട്ടക്കൊലയും കാരണം ഒരുവനും ജീവിച്ചിരിക്കുകയില്ലായിരുന്നുവെന്നും ഈ മഹാകഷ്ടം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ചുരുക്കിയില്ലെങ്കിൽ യഹൂദജനം മുഴുവനും നശിച്ചു പോകുമായിരുന്നു എന്നും കർത്താവ് അർത്ഥമാക്കുന്നു. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്നതുകൊണ്ട് ദൈവം രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തവർ ഈ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്നും ദൈവം കൃപയുടെ തിരഞ്ഞെടുപ്പിനനുസരിച്ച് രക്ഷിക്കപ്പെടേണ്ട ഒരു ജനത്തെ കർത്താവ് ശേഷിപ്പിക്കുമെന്നും എന്നാൽ അവിശ്വാസികൾക്ക് ഈ നാശം അനിവാര്യമായി വരും എന്നും കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.